ശ്രീ എം ലിജു, ഇത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല, മറിച്ചൊരു സാധാരണ സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തില്ല. സർക്കാരിനെ സംബന്ധിച്ച് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. അത് നിയമസഭയിൽ ടേബിൾ ചെയ്യുക, ഇത് പുറത്തുവിടുക തുടങ്ങിയ കാര്യങ്ങളൊന്നും സ്റ്റാറ്റ്യൂട്ടറി ആയി സർക്കാരിനെ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് ചെയ്തില്ല. ആർക്കും പരാതിയില്ല. ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഞങ്ങൾ കേസെടുക്കും, ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് സർക്കാരിന്റെ പൊസിഷൻ. നിങ്ങൾക്കത് ബോധ്യം വരുന്നതാണോ? ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര ലാഘവബുദ്ധിയോടെ അദ്ദേഹം സംസാരിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു ഫാക്റ്റ്, അതിനകത്തൊരു ഫാക്ച്വൽ എററുണ്ട്. അതായത് നമുക്കൊരു കോഗ്നൈസബിൾ ഒഫൻസ്, ലളിതാകുമാരി കേസിൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് വന്നാൽ സ്റ്റേറ്റിന് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് കംപ്ലൈനൻ്റ് ആവശ്യമില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ആരാണ് അതിനകത്തെ കംപ്ലൈനൻറ്റ്? സ്റ്റേറ്റാണ്. എല്ലാ കേസിലും പ്രതികൾ വേഴ്സസ് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് അങ്ങനെ ആ തരത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് മുമ്പിൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഒന്നല്ല നിരവധി, അവിടെ പിന്നെ റേപ്പുണ്ട്, അവിടെ പോക്സോയുണ്ട്, അവിടെ NDPS ആക്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഹറാസ്മെൻ്റ് ഉണ്ട്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ഉണ്ട്. അങ്ങനെ നിരവധി കേസുകൾ. ഈ കേസുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പിന്നെ ഒരു സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാട്സാപ്പ് ചാറ്റുകൾ, വീഡിയോസ്, അതുപോലെയുള്ള മൊഴികൾ, ഇതൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അത്തരമൊരു കാര്യം കയ്യിലെത്തിയിട്ട് 4.5 വർഷക്കാലം ഒരു ഗവൺമെൻറ് നിശബ്ദമായിരിക്കുക എന്ന് പറയാൻ എന്താ? കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് തന്നെ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, നിയമപരമായി ഈ പറഞ്ഞത് അനിൽകുമാർ പറഞ്ഞത് തെറ്റാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സ്റ്റേറ്റിന് യാതൊരു തടസ്സവുമില്ല. അവിടെ ഒരു പ്രതിപട്ടികയിൽ ആരെയും വേണമെന്നില്ല. വിവരം ലഭിച്ചു, ആ വിവരപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇപ്പം ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈവസി ഫാക്ടറാണ്. നമുക്ക് ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകളുടെ പ്രൈവസി അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരുടെ പ്രശ്നം പ്രൈവസി, മൊഴി കൊടുത്ത ആളുകളുടെ പ്രൈവസി അല്ല, പ്രതികളുടെ പ്രൈവസിയാണ്. നമുക്ക് എന്തിനാ ഐഡൻറ്റിറ്റി പുറത്തുവിടണോ? നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയുടെ ഗൈഡിൽ അതാണ് ജസ്റ്റിസ് ഹേമയും പറഞ്ഞേക്കുന്നത്. അതാണ്, അതായത് അതിലകത്തെ പിന്നെ അതിജീവിതകളുടെ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഫക്റ്റഡ് പേഴ്സൺസിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത്. ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗം അന്വേഷിക്കണ്ടേ? കുട്ടികളെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ അന്വേഷിക്കണ്ടേ? പ്രതികളെ അറസ്റ്റ് ചെയ്യണ്ടേ? സ്ത്രീകളെ ആക്ഷേപിക്കുന്ന അവരുടെ മോഡസ്റ്റി, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ അന്വേഷിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ 4.5 വർഷക്കാലം ഇത് ഫ്രീസറിൽ വെച്ച് സാങ്കേതിക കാരണങ്ങൾ പറയുന്നത് കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് ആരും അന്വേഷിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ഭരണകൂടം നിയമിച്ചിരിക്കുന്ന ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിൻ്റെ വന്നിരിക്കുകയാണ്. അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരാതിക്കാരെയും കിട്ടി. ഞങ്ങൾ പരാതിക്കാരെ കിട്ടിയണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയും ഞങ്ങൾ റിവീൽ ചെയ്യില്ല, നിങ്ങൾ മൊഴി തരണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാരാണ്, അല്ലെങ്കിൽ പോക്സോ ഇതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട, നമുക്കറിയാം നമ്മുടെ പോക്സോ ആക്റ്റിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഒരു പോക്സോ ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചില്ലെങ്കിൽ തന്നെ ഒരു ക്രൈമാണ്. അത്തരം ഒരു നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ 4.5 വർഷം അടയിരിക്കുക. അതിനുശേഷം ഇത് പുറത്ത് വരുമ്പോൾ ഇത് പ്രൈവസിയുടെ പ്രശ്നമുണ്ട്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനൊരു മൊഴി വാങ്ങിച്ചെടുത്തത്, അത് തന്നെ ആ വിവരം കിട്ടിയത് തന്നെ വലിയ കാര്യമെന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല, ഒരു ഭരണകൂടത്തിന് യോജിച്ചതല്ല. അത് ഇരകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതൊരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൈമാണ്. അവിടെ റൈറ്റ് ടു പ്രൈവസിയുടെ കാര്യമൊക്കെ പറയുന്നത് അങ്ങേറ്റം മണ്ടത്തരമാണ്. അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യവുമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത് മറയ്ക്കുന്നത്? അനിൽകുമാറിന് വ്യക്തമായി എനിക്ക് ഇപ്പം ആരൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അനിൽകുമാറിന് ഈ ചർച്ചയിൽ പരസ്യമായി പറയാൻ സാധിക്കുമോ? ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരും ഇതിൻ്റെ മൊഴിയുടെ പരിധിയിൽ വരുന്നില്ല. ഇവരുദ്ദേശിക്കുന്ന പവർ ഗ്രൂപ്പിൻ്റെ പരിധിയിൽ ഞങ്ങളുടെ പാർട്ടിയുമായോ ഞങ്ങളുടെ മുന്നണിയുമായോ ബന്ധപ്പെട്ട ഒരാളും വരുന്നില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഇത് അനിൽകുമാറിന് പറയാൻ സാധിക്കുമോ? അനിൽകുമാർ പറയുന്ന മറുപടി ഞാൻ പറഞ്ഞുതരാം. അനിൽകുമാർ പറയാം എനിക്കറിയില്ല, ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതറിയണം, സമൂഹത്തിന് അറിയാനുണ്ട്.
ആരാണ് ഇത്ര ഭീകരമായ അക്രമം നടത്തുന്നത്? ആരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? ആരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത്? ആരാണ് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ മുറി വന്ന് കതക് ചവിട്ടിപ്പൊളിക്കാൻ നിൽക്കുന്നവരാരാണ്? ആരാണ് കാസ്റ്റിംഗ് കൗച്ച് നടത്തുന്നത്? ആ സമൂഹം അറിയണം എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, ശിക്ഷിക്കപ്പെടണം. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിലെ നിയമ സംവിധാനം ഉറപ്പുവരുത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്.